വാഹനപ്രേമികളായ കേരളത്തിലെ യുവാക്കൾക്ക് മുന്നിൽ വി.ഡി. സതീശൻ വെച്ച വാഗ്ദാനമാണ് വാഹന മോഡിഫിക്കേഷൻ എന്നത്. ജൻസി പിള്ളേർക്കിടയിൽ ഈ വാഗ്ദാനം വൈറലായി. ഇപ്പോഴത്തെ തന്റെ വാഗ്ദാനം നടപ്പിലാക്കുമെന്ന് സൂചിപ്പിച്ച് വി.ഡി. സതീശൻ രംഗത്ത് വന്നു. ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് അദ്ദേഹം ഇത് സൂചിപ്പിച്ചത്. വാഹനങ്ങളിൽ നടത്തുന്ന മോഡിഫിക്കേഷനുകൾ സംബന്ധിച്ച നിയന്ത്രണങ്ങളിൽ അയവ് വരുത്തുമെന്ന സൂചനയാണ് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത്. വാഹന മോഡിഫിക്കേഷനെ കുറിച്ച് ചോദിച്ചപ്പോൾ യുവാക്കളുടെ ആഗ്രഹങ്ങൾ പരിഗണിക്കുമെന്നും ജനാഭിലാഷങ്ങൾ നടപ്പിലാക്കാനാണ് തങ്ങൾ അധികാരത്തിൽ വന്നിരിക്കുന്നതെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മാസ് മറുപടി. വാഹനങ്ങളിൽ സൈലൻസർ മാറ്റുന്നതും ലൈറ്റുകൾ വെക്കുന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കർശനമായ നിയമ നടപടികൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഈ പ്രതികരണം ശ്രദ്ധേയമാകുന്നത്. ചെറുപ്പക്കാരുടെ ആഗ്രഹങ്ങളെ ആഗ്രഹങ്ങളായി തന്നെയാണ് കാണുന്നത്. അത് സാധിച്ചു കൊടുക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് എന്ന് സതീശൻ പറഞ്ഞപ്പോൾ യുവാക്കൾക്കിടയിൽ അത് വലിയ ആവേശമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വാഹനങ്ങൾ പരിഷ്കരിക്കുന്നതിന്റെ പേരിൽ പോലീസ് പിഴ ഈടാക്കുന്നതും വണ്ടി കസ്റ്റഡിയിൽ എടുക്കുന്നതുമായ രീതികൾക്ക് വരും ദിവസങ്ങളിൽ മാറ്റമുണ്ടാകുമെന്നാണ് കരുതുന്നത്. മുഖ്യമന്ത്രിയുടെ മനസ്സറിഞ്ഞുകൊണ്ട് മോഡിഫിക്കേഷൻ ചർച്ചകളിലേക്ക് ഗതാഗത വകുപ്പും കടന്നിട്ടുണ്ട്. നിയമക്കുരുക്കുകൾ ഒഴിവാക്കി ഇത് എങ്ങനെ നടപ്പിലാക്കാൻ കഴിയുമെന്ന ആലോചനയിലാണ് ഗതാഗത വകുപ്പ്. അപകടകരമായ രൂപമാറ്റം ഏത്, അല്ലാത്തതേത് എന്ന് പട്ടിക തയ്യാറാക്കുകയാണെന്ന് ഗതാഗത കമ്മീഷണർ സി നാഗരാജു വ്യക്തമാക്കി. അനുവദിക്കാവുന്ന രൂപമാറ്റങ്ങൾ ഏതൊക്കെയെന്ന് പഠിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിക്കും. കേന്ദ്ര നിയമം അനുസരിച്ചാണ് വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ അടക്കം എല്ലാ കാര്യങ്ങളും. സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക നിയമം നിർമ്മിക്കാനാവില്ല. കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ 52 2019 സുപ്രീം കോടതി ഉത്തരവനുസരിച്ച് വാഹനം നിർമ്മിച്ച ശേഷം വരുത്തുന്ന മാറ്റങ്ങളെല്ലാം നിയമവിരുദ്ധമാണ്. നിയമക്കുരുക്കുകൾ ഒഴിവാക്കി ഇത് നടപ്പിലാക്കാനുള്ള വഴികളാണ് വകുപ്പ് നോക്കുന്നത്. അപകടകരമല്ല എന്ന് കണ്ടെത്തിയ രൂപമാറ്റങ്ങൾ അനുവദിച്ചും അവയ്ക്ക് പിഴ ഈടാക്കാനുണ്ടെന്ന് വ്യക്തമാക്കിയും വകുപ്പ് തല ഉത്തരവിറക്കാം. കേന്ദ്ര നിയമത്തിലുള്ള ലംഘനങ്ങൾക്ക് പിഴ എങ്ങനെ ഈടാക്കണമെന്ന് സംസ്ഥാനങ്ങൾക്ക് തീരുമാനിക്കാം. അങ്ങനെ പലതും തന്നെ ഇപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഇതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളാണ് വകുപ്പിന് മുന്നിലുള്ളത്. വാഹന നിർമ്മാതാക്കൾ നൽകിയിട്ടുള്ളതിൽ നിന്ന് എന്തധികം വച്ചാലും അത് മോഡിഫിക്കേഷനാണ്. വാഹന നിർമ്മാതാക്കൾ നൽകിയിട്ടുള്ള സ്പെസിഫിക്കേഷനിൽ നിന്ന് മാറ്റം വരുത്താൻ നിയമപരമായി അനുവദിക്കില്ല എന്ന് വേണം പറയാൻ. വാഹനത്തിന്റെ പുറം കാഴ്ചയിൽ മാറ്റം വരാൻ പാടില്ല. അതിന്റെ സ്ട്രക്ചറിൽ മാറ്റം വരുത്താനും അവകാശമില്ല. വാഹനത്തിലെ ഓരോ പാർട്ടും ടെസ്റ്റ് ചെയ്ത് ഗുണനിലവാരം ഉറപ്പുവരുത്തിയാണ് നിർമ്മാതാക്കൾ ഒരു വാഹനം നിരത്തിലിറക്കുന്നത്. ശരിയായ രീതിയിലല്ലാതെ ടയർ അപ്സൈറ്റ് ചെയ്യുന്നതും സൈലൻസർ മാറ്റുന്നതും കുറ്റകരമായ മോഡിഫിക്കേഷനാണ്. അതുപോലെ ഇരുചക്ര വാഹനങ്ങളിൽ ഭിന്നശേഷിക്കാർക്ക് ഉപയോഗിക്കുന്നതിനായി 3 വീൽ ഘടിപ്പിക്കുന്നതും മോഡിഫിക്കേഷനാണ്. പക്ഷേ നിയമപരമായി അനുമതി തേടിയിരിക്കണം എന്ന് മാത്രം.